ഡിജിറ്റൽ സാങ്കേതികവിദ്യ വിരൽത്തുമ്പിൽ അതിവേഗ സേവനങ്ങൾ എത്തിക്കുമ്പോഴും അതിനോടൊപ്പം വളരുന്ന സൈബർ തട്ടിപ്പുകൾ ആഗോളതലത്തിൽ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെ ലക്ഷ്യമിട്ട് നിർമ്മിത ബുദ്ധിയും വ്യാജ പ്രൊഫൈലുകളും ഉപയോഗിച്ചുള്ള വഞ്ചനകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് പോലീസും UAE ദേശീയ മാധ്യമ അതോറിറ്റിയും. തട്ടിപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരവും സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധവുമായ ലൈവ് സ്ട്രീമിംഗ് നടത്തിയവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത നടപടി പ്രവാസികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ദുബായ് പോലീസ് ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഹരേബ് മുഹമ്മദ് അൽ ഷംസിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിലാണ് സൈബർ സുരക്ഷാ രംഗത്തെ പുതിയ നടപടികൾ വ്യക്തമാക്കപ്പെട്ടത്. ഈ പാദത്തിൽ മാത്രം തട്ടിപ്പുകൾക്കായി ഉപയോഗിച്ച 103 വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് ദുബായ് പോലീസ് പൂർണ്ണമായും പൂട്ടിച്ചത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ആശ്വാസകരമായ കുറവുണ്ടായിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിർമ്മിത ബുദ്ധിയുടെയും അത്യാധുനിക ഡേറ്റ അനാലിസിസിന്റെയും സഹായത്തോടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ അവ കണ്ടെത്താനും പ്രതിരോധിക്കാനും പോലീസിന് സാധിക്കുന്നുണ്ട്. പരാതികൾ ലഭിക്കുന്നതിന് കാത്തുനിൽക്കാതെ പോലീസ് നടത്തുന്ന ഫീൽഡ് പരിശോധനകളും സാങ്കേതിക നിരീക്ഷണവും വഴി തട്ടിപ്പ് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയാണ് പുതിയ രീതി. ഇന്റലിജൻസ് അധിഷ്ഠിത അന്വേഷണങ്ങളിലൂടെ ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ തടയുന്നതിൽ പോലീസ് വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കുറ്റവാളികൾ തങ്ങളുടെ രീതികൾ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനാൽ പൊതുജനങ്ങളുടെ ജാഗ്രത അത്യാവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ സാധാരണ മെസ്സേജുകളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ ആണ് തട്ടിപ്പുകൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ ആകർഷകമായ പരസ്യങ്ങളിലൂടെയാണ് കുറ്റവാളികൾ ഇരകളെ കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളും സന്ദർശക റെസിഡൻസി വിസകളുമാണ്. UAEയിൽ തൊഴിൽ അന്വേഷിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ട് പ്രമുഖ കമ്പനികളുടെ പേരിലും വ്യാജ ഏജൻസികളുടെ പേരിലും സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഔദ്യോഗിക സ്ഥാപനങ്ങളാണെന്ന ധാരണയിൽ ഇത്തരം പേജുകളിൽ ബന്ധപ്പെടുന്നവരിൽ നിന്ന് വലിയ തുക അഡ്വാൻസ് വാങ്ങി മുങ്ങുന്നതാണ് ഇവരുടെ രീതി. വൻ വിലക്കുറവിൽ ഹോട്ടൽ ബുക്കിംഗ്, എയർലൈൻ ടിക്കറ്റുകൾ എന്നിവ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ യാത്രാ വെബ്സൈറ്റുകളും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളും നിരവധിയാണ്. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ മോട്ടോർ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകളും അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്ത് നിർമ്മിക്കുന്ന സന്ദേശങ്ങളും വ്യാജ ലോഗോകളും കണ്ടാൽ യഥാർത്ഥ സ്ഥാപനങ്ങളുടേതാണെന്ന് ഒറ്റനോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. ഇത്തരം വഞ്ചനകളിലാണ് പല സാധാരണക്കാരായ പ്രവാസികളും തങ്ങളുടെ കഷ്ടപ്പാടിന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നത്. വ്യാജ തട്ടിപ്പുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകളും സാംസ്കാരിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ UAE ദേശീയ മാധ്യമ അതോറിറ്റി നടപടികൾ കടുപ്പിച്ചിട്ടുണ്ട്. വ്യൂവേഴ്സിനെയും റീച്ചിനെയും കൂട്ടാനായി തത്സമയ സംരക്ഷണത്തിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും UAEയുടെ പാരമ്പര്യത്തെയും സാമൂഹിക അന്തസ്സിനെയും അവഹേളിക്കുകയും ചെയ്ത 2 വ്യക്തികൾക്കെതിരെ അടുത്തിടെ മാധ്യമ അതോറിറ്റി നിയമ നടപടി സ്വീകരിച്ചു. ഇതിൽ ഒരാളുടെ പരസ്യ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. UAEയിലെ മീഡിയ റെഗുലേഷൻ ലോ, കമ്പാറ്റിംഗ് റൂമേഴ്സ് ആൻഡ് സൈബർ ക്രൈംസ് ലോ എന്നിവ പ്രകാരം സൈബർ ഇടങ്ങളിലെ ലംഘനങ്ങൾ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വ്യക്തിഗത സ്വകാര്യത ലംഘിക്കുകയോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ ലൈവ് സ്ട്രീമിംഗിലൂടെ മറ്റുള്ളവരെ അപമാനിക്കുകയോ ചെയ്താൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വിധിക്കപ്പെടുന്ന ശിക്ഷകൾ നിസ്സാരമൊന്നുമല്ല. കുറ്റക്കാരാകുന്നവർക്ക് 5 ലക്ഷം ദിർഹം വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാം. വിദേശികളായ പ്രവാസികളാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തപ്പെടുകയും ചെയ്യും. ഡിജിറ്റൽ ലോകത്തെ ലൈവുകളും പോസ്റ്റുകളും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്നതല്ലെന്നും രാജ്യ നിയമങ്ങൾക്ക് വിധേയമാണെന്നും ഓരോ പ്രവാസിയും തിരിച്ചറിയണം. തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ ഇടങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏതൊരു ഓഫറും വിശ്വസിക്കുന്നതിന് മുമ്പ് ചില പ്രധാന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അപരിചിതരുമായോ വിശ്വസനീയമല്ലാത്ത സോഷ്യൽ മീഡിയ പേജുകളുമായോ ഒരിക്കലും ബാങ്കിംഗ് വിവരങ്ങൾ, അതുപോലെ വൺ ടൈം പാസ്വേഡ്, പാസ്പോർട്ട് പകർപ്പുകൾ എന്നിവ പങ്കുവയ്ക്കരുത്. ഏതെങ്കിലും കമ്പനിയെയോ ബ്രോക്കറെയോ സമീപിക്കുന്നതിന് മുമ്പ് അവയ്ക്ക് UAEയിൽ ഔദ്യോഗിക ലൈസൻസ് ഉണ്ടോ എന്ന് ഗവൺമെന്റ് ചാനലുകൾ വഴി ഉറപ്പുവരുത്തുക. വിസ സേവനങ്ങൾക്കായി ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. അവിശ്വസനീയമായ വിധത്തിൽ വൻ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് ഉടനടി പണം ആവശ്യപ്പെടുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോകരുത്. വിശ്വസ്തരായ ഏജൻസികളിലൂടെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയോ മാത്രം ബുക്കിംഗുകൾ നടത്തുക. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാവുകയോ അല്ലെങ്കിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഭയപ്പെടാതെ ഉടൻ തന്നെ ദുബായ് പോലീസിനെ വിവരമറിയിക്കേണ്ടതാണ്. ദുബായ് പോലീസിന്റെ ഔദ്യോഗിക സേവനങ്ങൾ ഇതിനായി സജ്ജമാണ്. ദുബായ് പോലീസ് സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാം. കൂടാതെ പോലീസിന്റെ ക്രൈം പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ തട്ടിപ്പുകൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അടിയന്തരമല്ലാത്ത സഹായങ്ങൾക്കും വിവരങ്ങൾ അറിയിക്കുന്നതിനുമായി 901 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.
സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസും മാധ്യമ അതോറിറ്റിയും സദാ സന്നദ്ധരാണെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണമില്ലാതെ സൈബർ കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാനാകില്ല. നിർമ്മിത ബുദ്ധിയുടെയും സോഷ്യൽ മീഡിയയുടെയും ഈ യുഗത്തിൽ അല്പം ജാഗ്രത കുറവുണ്ടായാൽ പോലും വലിയ സാമ്പത്തിക നിയമ പ്രതിസന്ധികളിലേക്ക് നീങ്ങാം. ആകർഷകമായ പരസ്യങ്ങൾ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കാനും കാര്യങ്ങൾ ഔദ്യോഗികമായി ബോധ്യപ്പെടാനും തയ്യാറായാൽ തട്ടിപ്പുകാരുടെ വലയിൽ വീഴാതെ സ്വയം സംരക്ഷിക്കാൻ സാധിക്കും. നിയമങ്ങളെ ബഹുമാനിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവാസികൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സുരക്ഷാ കവചം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.